ന്യൂസുകളെ സെൻസേഷണലൈസ് ചെയ്യുക, ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളായിട്ട് പൊലിപ്പിച്ച് കാട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു സ്ഥിരം പതിവ് രീതിയാണ് മാധ്യമങ്ങളുടെ. ആ ഒരു രീതിയിലുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിളായിരുന്നു ഇനി മുതൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ നെറ്റ് വേണ്ട എന്നുള്ളൊരു തലക്കെട്ട്. എന്നാൽ അവിടെ എന്താ റിയാലിറ്റി എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, അതൊരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്, ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല. രണ്ടാമതൊരു കാര്യം, നെറ്റ് വേണ്ട എന്നല്ല, നെറ്റുള്ളവർക്കും അതോടൊപ്പം തന്നെ PhD ക്വാളിഫൈഡ് ആയവർക്കും അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് അപ്ലൈ ചെയ്യാമെന്നാണ് പുതിയ ചേഞ്ച് വന്നത്. ഇനിയും ആ PhDക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏത് പരീക്ഷ തന്നെ എഴുതണം? പുതിയ നോട്ടിഫിക്കേഷൻ UGC പുറത്തിറക്കിയതനുസരിച്ച് നെറ്റ് പരീക്ഷ തന്നെയാണ് ഇനി മുതൽ PhDക്കുള്ള എൻട്രൻസ് ടെസ്റ്റിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു തേർഡ് കാറ്റഗറി കൂടി നെറ്റ് പരീക്ഷയിൽ ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വെളിച്ചത്തിൽ നെറ്റ് പരീക്ഷ വേണ്ടാന്നല്ല, നെറ്റിന്റെ പ്രാധാന്യം കൂടുകയാണ് ചെയ്യുന്നത്. ഇനിയും നെറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് മുൻപ് PhD ചെയ്തവരാണെങ്കിൽ അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതൊരു രീതിയിലും നെറ്റ് ക്വാളിഫൈഡ് ആയ ആളുകൾക്കുള്ള അവസരം കുറയ്ക്കുകയല്ല എന്നുള്ളത് ഓർക്കുക. കാര്യം നമ്മുടെ ഇവിടെ തന്നെ പഠിച്ചിറങ്ങിയ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ഫാക്കൽറ്റി ടീം മെമ്പേഴ്സായിട്ട് വന്നിട്ടുള്ളവരൊക്കെ തന്നെ കോളേജുകളിൽ അധ്യാപകരായിട്ട് കയറുകയും ഗസ്റ്റായിട്ടും അതോടൊപ്പം തന്നെ JRF യോഗ്യതയിലേക്ക് നേടി 10,000 ഏൺ ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യലോട് കൂടി തന്നെ PhD ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നെറ്റ് ആവശ്യമാണ്. അതിന് നേരത്തെ തുടങ്ങേണ്ടതും ആവശ്യമാണ്. I+ന്റെ കണ്ടന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബ് ചാനലിൽ ചെക്ക് ചെയ്യാം. നമ്മുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ലൈവ് അടക്കമുള്ള ക്ലാസ്സുകളുടെ ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ നെറ്റ് വിജയിക്കുന്ന അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി സമീപിക്കുമ്പോൾ ഇനി നെറ്റ് നേടിയിട്ട് എന്ത് കാര്യം എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നത് ഞാൻ കാണാറുണ്ട്. എന്നാൽ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിക്കുകയാണെന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ പഠിപ്പിക്കാനായിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ആയിട്ട് നിങ്ങൾ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ എന്ന് ചിന്തിക്കാതിരിക്കുക. നിങ്ങളുടെ സ്കിൽ സെറ്റ് പോളിഷ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് വാല്യൂ അഡിഷൻ ഉണ്ടാവുന്ന രീതിയിൽ എങ്ങനെ മാറ്റാമെന്ന് കണ്ടെത്തുക. നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ ഒരു പരിമിതികളും ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നിങ്ങളൊരു ഫീൽഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അക്കാഡമിക് ഫീൽഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നെറ്റും JRFും മസ്റ്റാണ്. PhDക്കായിട്ട് 3-5 വർഷം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ വളരെ അനായാസം നടക്കുന്ന ഒരു കാര്യമാണ് 6 മാസം പ്രോപ്പറായിട്ട് പഠിക്കാൻ ഇൻവെസ്റ്റ് ചെയ്ത് നെറ്റ് ക്വാളിഫൈ ചെയ്യുക അല്ലെങ്കിൽ JRFിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ മടിയും ആശങ്കകളും ഒക്കെ മാറ്റിവെക്കുക. സബ്ജക്റ്റ് നോളജ് വർദ്ധിപ്പിക്കാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നെറ്റിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുക. JRFനായിട്ട് തന്നെ എയിം ചെയ്യുക. ആ രീതിയിൽ അക്കാഡമിക് ഫീൽഡിൽ നിൽക്കാൻ നിങ്ങളെ ഇന്ത്യയിലെ എല്ലാവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് വാലിഡേറ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ് NTA UGC നെറ്റ് എന്നുള്ളത്. അതിലൊരു വിജയം നിങ്ങളുടെ കരിയറിനെ ബൂസ്റ്റ് ചെയ്യും, ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അങ്ങനെ പഠിച്ച് വിജയിച്ച് മറ്റുള്ളവരിൽ വാല്യൂ അഡിഷൻ ക്രിയേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തികളാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.